പശ്ചിമേഷ്യൻ സംഘർഷം അടക്കമുള്ള വിഷയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാജ്യത്തോടായിട്ടുള്ള അഭിസംബോധന പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ ദിവസം ഏപ്രിൽ 2, 2026 നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും ഇന്നത്തെ അഭിസംബോധനയിൽ ട്രംപ് നടത്തിയിട്ടില്ല. മാത്രമല്ല, അടുത്ത 2-3 ആഴ്ചകളിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടത്തും എന്നാണ് ഈ അഭിസംബോധനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇറാനിലെ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് ഫിനിഷ് ചെയ്യേണ്ട ചില ജോലികൾ മാത്രമാണ് ശേഷിക്കുന്നത്. അടുത്ത 2-3 ആഴ്ചകൾക്കകം തങ്ങൾ ഇത് പൂർത്തിയാക്കും. ഇറാന്റെ എനർജി പ്ലാന്റുകളും പവർ സോഴ്സുകളും എല്ലാം എണ്ണ അടക്കം വലിയ രീതിയിൽ ആക്രമിക്കപ്പെടും എന്നാണ് ട്രംപ് ഇന്നത്തെ അഭിസംബോധനയിൽ പറഞ്ഞിട്ടുള്ളത്. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായി തകർത്തു എന്നും ട്രംപ് ഈ അഭിസംബോധനയിൽ പറയുന്നുണ്ട്. ഇറാനിലൊരു ഭരണകൂട മാറ്റം തങ്ങളുടെ അജണ്ടയായിരുന്നില്ല. അയത്തുള്ള അലി ഖമേനി അടക്കമുള്ളവരെ വധിച്ചതിലൂടെ അത് സ്വാഭാവികമായി തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇറാൻ ഏറ്റവും അധികം ലോകത്തെ ഞെരുക്കുന്ന ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാട് എന്താണെന്ന് ട്രംപ് വ്യക്തമാക്കിയുണ്ടായി. ഹോർമൂസ് കടലിടുക്ക് അത് സ്വാഭാവികമായി തുറന്നുകൊള്ളും എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അത് ബലം പ്രയോഗിച്ച് തുറക്കേണ്ട കാര്യമില്ല. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കും സ്വാഭാവികമായി തുറക്കപ്പെടും. ഇറാന്റെ പുനർനിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് എണ്ണ ലോകത്തിന് വിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അത് തുറക്കും, മറ്റു രാജ്യങ്ങൾക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി ഹോർമൂസിൽ നിന്ന് എണ്ണ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം അവർക്കില്ല, ഇപ്പോഴും ഇല്ല, സമീപ ഭാവിയിലൊന്നും അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടാവില്ല അമേരിക്കയ്ക്ക്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തം നോക്കിക്കൊള്ളൂ, അവരുടെ സുരക്ഷ നോക്കിക്കൊള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക്, അവരുടെ സഖ്യകക്ഷികൾക്ക് ട്രംപ് നന്ദി അറിയിക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപ് ഏകദേശം ഒരു 19-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു അഡ്രസ്സാണ് രാജ്യത്തോടായി നടത്തിയത്. അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഇറാനുമായിട്ടൊരു ഡീലുണ്ട്, ഡീലില്ല, യുദ്ധം അവസാനിക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രസ്താവന നടത്തിയ ഡൊണാൾഡ് ട്രംപ് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സന്ദേശവും ഇന്ന് നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും ട്രംപ് ആവർത്തിച്ചിട്ടില്ല എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. പഴയ കാര്യങ്ങൾ ഒന്നുകൂടി പൊടിതട്ടി ഈ അഭിസംബോധനയിൽ ട്രംപ് പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇറാന്റെ മിസൈൽ ശേഷി ഇറാനെ പൂർണ്ണമായി തകർത്തു എന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം GCC രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും നടത്തിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലെബനോനിൽ നിന്നും ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിലേക്കും മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അബുദാബിയില് ഖലീഫ എക്കണോമിക് സോണിലെ ഗസാത്ത് മേഖല, അവിടെ ഒരു മിസൈൽ ഇന്റർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ വീണ് ചില്ലറ ഡാമേജുകൾ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. UAE-ക്കെതിരെ മാത്രമല്ല, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും മിസൈൽ ആക്രമണം ഇന്ന് ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മിസൈൽ ശേഷിയെ തകർത്തു എന്ന് അമേരിക്ക പറയുമ്പോൾ തന്നെ ആ അവകാശവാദത്തെ ഖണ്ഡിക്കാനുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന്റെ പ്രസ്താവനകളെ അതിനിശിതമായ രീതിയിലാണ് അമേരിക്കയിലെ പ്രതിപക്ഷം ഡെമോക്രാറ്റുകൾ വിമർശിക്കുന്നത്. പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. ഡെമോക്രാറ്റിക് അംഗം കൂടിയായ സെനറ്റർ ക്രിസ് വാൻ ഹോളൻ ഒരു പടി കൂടി കടന്ന് ട്രംപിനെ ഡെലൂഷണൽ മാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡെലൂഷണൽ എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിലും അതിഭ്രമം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ മനുഷ്യൻ, ഡെലൂഷണൽ ആയിട്ടുള്ള ഈ മനുഷ്യൻ ലോകത്തെയും അമേരിക്കയെയും നശിപ്പിക്കുമെന്നാണ് സെനറ്റർ ക്രിസ് വാൻ ഹോളൻ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഭരണകൂടത്തിലെ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളെ പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട്. യുദ്ധം അവസാനിക്കില്ല എന്ന ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബുധനാഴ്ച ബാരലിന് $100 താഴെ എണ്ണവില വന്നിരുന്നു. അതിപ്പോ $106 എന്ന രീതിയിലേക്ക് മണിക്കൂറുകൾ കൊണ്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഇനി ഉയരാനാണ് സാധ്യത എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. സാമ്പത്തികമായി നമ്മളെയൊക്കെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം നീളുന്ന കാഴ്ചയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലൂടെ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് ഉരുത്തിരിയുന്നത്. അടുത്ത 2-3 ആഴ്ചകൾ കൂടി യുദ്ധം നീളും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഡീലും
അമേരിക്ക പിൻവാങ്ങുന്നതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഇന്നത്തെ അഭിസംബോധനയിൽ അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യം.